പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിക്കാൻ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കറിയാം, തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്ലസ് വൺ അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം, അതായത് 21-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടി അവസാനിക്കുകയാണ്. ഇതിനുശേഷം ഉള്ള ഒഴിവുകളുടെ എണ്ണം സ്കൂൾ പ്രിൻസിപ്പൽമാർ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് അയച്ചു കൊടുക്കും. ഏതൊക്കെ കോഴ്സുകളിലാണ് ഒഴിവുള്ളത് തുടങ്ങിയ വ്യക്തമായ വിവരങ്ങൾ ഓരോ സ്കൂളിലെയും പ്രിൻസിപ്പൽമാർ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് അറിയിക്കും. എല്ലാ ഒഴിവുകളും ഒരുമിച്ച് ചേർത്ത് സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ്, ഓരോ കോഴ്സിലെയും ഒഴിവുകളുടെ എണ്ണം തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ HSCAPൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഈ ഒഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കേണ്ടത്. ജൂലൈ 2-നാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കേണ്ടത്. സേ എക്സാമിൻ്റെ റിസൾട്ട് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സേ എക്സാം പാസ്സായ വിദ്യാർത്ഥികൾക്കും ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും ഒക്കെ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് VHSEയിൽ നിന്ന് HSSലേക്ക് മാറാനും അതുപോലെ HSSലുള്ളവർക്ക് VHSEയിലേക്ക് മാറാനും ഒക്കെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പറ്റും. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾ മുമ്പ് കൊടുത്ത ആപ്ലിക്കേഷൻ പുതുക്കി നൽകുകയാണ് വേണ്ടത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിക്കാൻ ഏറ്റവും നല്ലത് നിങ്ങൾ പഠിച്ച സ്കൂളുകളിൽ ഒഴിവുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. 2 മാർക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട്. അതുപോലെ അതേ താലൂക്കിലാണെങ്കിലും 2 മാർക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട്. ഗ്രേഡിൻ്റെയും അതുപോലെ ബോണസ് പോയിൻറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിക്കുക. നേരത്തെ സയൻസ് ഗ്രൂപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ഇപ്രാവശ്യം കൊമേഴ്സ് കൂടി കൊടുക്കുക. ഇനി സയൻസ് മാത്രമേ പഠിക്കൂ എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളും ഉണ്ടാവാം. അവർക്ക് അഥവാ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഫീസ് കൊടുത്ത് പഠിക്കുന്ന അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലൊക്കെ ചേർന്ന് പഠിക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും അഡ്മിഷൻ ലഭിച്ചാൽ മതി എന്ന് കരുതുന്ന വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് നോക്കി കൊടുക്കുക. കിട്ടാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് കൊടുക്കുക. ഒഴിവുകളുടെ ലിസ്റ്റ് നോക്കിയിട്ട് വേണം ആപ്ലിക്കേഷൻ നൽകാൻ. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സ്കൂൾ വൈസ് വേക്കൻസികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. HSCAPലുള്ള വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാം. ജൂലൈ 2-ന് ശേഷം, ജൂലൈ 2 മുതൽ അപേക്ഷിക്കാം. 3-4 ദിവസം അപേക്ഷ നൽകാനുള്ള സമയം ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ 2 ദിവസം മാത്രമേ ഉണ്ടാകൂ. അപേക്ഷ നൽകിയതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നുണ്ടോ എന്ന് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ നൽകാനുള്ള തീയതി അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട്, അതിനുശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ആയിരിക്കാനാണ് സാധ്യത. അതിനുശേഷമായിരിക്കും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും പ്രവേശനം നേടിയിരിക്കണം. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത കുട്ടികളെയാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. അലോട്ട്മെൻറ്റ് ലഭിക്കാൻ മുൻപത്തെ അപേക്ഷയിലുള്ള ഓപ്ഷൻസൊക്കെ മാറ്റി നൽകുക. ഒഴിവ് നോക്കി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് കൊടുക്കണം. അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.